الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إذ تستغيثون ربكم فاستجاب لكم أني ممدكم بألف من الملائكة مردفين സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുഖ്ലിസുകളുമായി ജീവിതം ക്രമീകരിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. വിശുദ്ധ റമളാനിന്റെ രണ്ടാമത്തെ പത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മൾ. രണ്ടാമത്തെ പത്തിലെ ഏറ്റവും സംഭവബഹുലമായ ചരിത്ര രംഗം എന്ന് പറയുന്നത് റമളാൻ 17 ബദർ പോരാട്ടമാണ്. ബദർ പോരാട്ടം കഥാപ്രസംഗങ്ങളിലെ ഘനഗംഭീര അവതരണങ്ങളുടെ, ചരിത്രാവിഷ്കരണങ്ങളുടെ മാനസികാവസ്ഥക്കപ്പുറത്തേക്ക് ഏറ്റെടുക്കാനും അതിന്റെ പാഠങ്ങളെ ഉൾക്കൊള്ളാനും സമുദായത്തിന് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്നത് ആത്മവിമർശനം ഉയർത്തേണ്ടതാണ്. ബദർ പോരാട്ടത്തിന്റെ രംഗാവിഷ്കാരത്തിലൂടെ വാളും പരിചയം കൂട്ടിയിടിക്കുന്ന ശബ്ദം വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ച് നീണ്ട രാവുകളിൽ ഉറങ്ങുന്നവരുടെ കാതുകളിലേക്കൊക്കെ യുദ്ധത്തിന്റെ രക്തരൂക്ഷിത പോരാട്ടങ്ങൾ അവതരിപ്പിച്ച് ഒരു ഇസ്ലാമോഫോബിയ നിർമ്മാണത്തിന്റെ വഴി സ്വീകരിച്ചു എന്നതിനപ്പുറത്ത് ആത്മവിമർശനത്തോടെ സമുദായം ആലോചിക്കേണ്ടത് ഇതിലെ പാഠങ്ങൾ നമ്മൾ എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഈ അനുബന്ധങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ബദർ നൽകുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പാഠം, ഒരു കാര്യവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ കാര്യത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടാൽ അവിടെ നിരാശരായി തളർന്നിരിക്കുകയല്ല വേണ്ടത് എന്നാണ്. മദീനയിൽ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പുറപ്പെടാൻ പറഞ്ഞത് ഹാദിഹി അയ്റു ഖുറൈശ് ഫിഹ അംവാലുഹു. അബൂ സുഫിയാന്റെ സംഘം ഒരു യാത്ര കഴിഞ്ഞു വരുന്നുണ്ട്. അവരുടെ ലക്ഷ്യം അതിലൂടെ ഉണ്ടായ മുഴുവൻ സമ്പത്തും മദീനയ്ക്കെതിരിൽ യുദ്ധം നടത്താൻ ലക്ഷ്യം വെക്കുക എന്നതാണ്. ഖുറൈശികൾ എല്ലാവരും ഇൻവെസ്റ്റ്മെന്റ് നടത്തി, ഒരു കച്ചവടയാത്ര നടത്തി, ആ തുക കൊണ്ട് മദീനയെ തകർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യുദ്ധത്തെ പ്രതിരോധിക്കാനും യുദ്ധമില്ലാതാക്കാനും നമുക്ക് ആ സമ്പത്ത് ഇങ്ങോട്ട് പോയി പിടിച്ചെടുക്കാം. അപ്പൊ അവർ നേരിടാൻ പോകുന്നതും അവരുദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതൊക്കെ അബൂ സുഫിയാന്റെ പ്രിപ്പയർഡ് അല്ലാത്ത ഒരു സംഘത്തെയാണ്. ആ പ്രിപ്പയർഡ് അല്ലാത്ത സംഘത്തെ പ്രതീക്ഷിച്ചവർ പോകുമ്പോൾ ഫഖ്റുജു ഇലൈഹ, നിങ്ങൾ അങ്ങോട്ട് പുറപ്പെടുക എന്ന് പറയുമ്പോൾ അവരെടുത്തുള്ള ആയുധങ്ങൾ പോലും അവരെടുത്തിട്ടില്ല, യുദ്ധമൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. മുന്നോട്ട് പോകുമ്പോൾ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഒരുപക്ഷെ നമ്മൾ അവരുടെ സൈനിക സംഘങ്ങളെയും കണ്ടെത്തിയേക്കാം. അവരുടെ ആ മനോഗതത്തെ ഖുർആൻ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വഇദ് യഅദുകുമുല്ലാഹു ഇഹ്ദ ത്വായിഫതൈനി, രണ്ടാലൊരു സംഘത്തെ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത് കിട്ടി, അന്നഹാലക്കും നിങ്ങൾക്കുണ്ടാകുമെന്നുള്ള പറഞ്ഞു,
വതവദ്ദൂന അന്ന ഗൈറ ദാത്ത ശൗകത്തി തകൂനു ലക്കും. നിങ്ങളെ യുദ്ധം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സംഘത്തെ കാണാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. അപ്പോ മർമ്മം എന്താണ്? അവരൊരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് പിന്നെ സംഭവിക്കുന്നത്. അന്ന് നോമ്പ് നോറ്റ മനുഷ്യന്മാര് നോമ്പ് തുറക്കാൻ വീട്ടിലേക്ക് എത്തുന്നത് കാത്തിരിക്കുന്ന അവരുടെ കുടുംബിനികളും മദീനയൊക്കെ അറിയുന്നത് രാവിലെ ഒരു യുദ്ധം നടക്കാനിരിക്കുന്നു എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിക്കുന്നു. അവരൊട്ടും നിരാശരായില്ല. വ്യത്യസ്തമായ മനോഗതങ്ങളിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ഒരാൾ പോലും പിന്മാറിയില്ല. എല്ലാവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിന്നു. അതോടുകൂടെ എന്തായി? ഇസ്ലാമിക ചരിത്രത്തിന്റെ ഫുർഖാനായി ബദർ മാറി. ബദറിന് മുമ്പൊരു ചരിത്രമാണ്, ബദറിന് ശേഷം ഒരു ചരിത്രമാണ്. അവര് മക്കയിൽ നിന്ന് പലായനം ചെയ്തു. 13 വർഷത്തെ ഏറ്റവും വലിയ സബറിന്റെ നിമിഷങ്ങൾ കടന്നുപോയി. യാസറിന്റെ മാതാപിതാക്കളുടെ കഴുത്ത് അറുക്കുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന യാസർ, ബിലാലിനെ ക്രൂരമായി പീഡിപ്പിക്കുന്ന രംഗങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വന്നൊരു ജനത, സ്വന്തം മോളെ മരുമകൻ ത്വലാഖ് ചൊല്ലി വീട്ടിലാക്കുന്ന അവസ്ഥക്ക് വരെ പ്രവാചകൻ പോലും സാക്ഷിയായി. പ്രവാചകന്റെ കഴുത്തിൽ കുടൽമാലകൾ അണിയിക്കപ്പെട്ടു. അതൊക്കെ സുബറാക്കി നിന്ന് അവസാനം അവിടെ നിന്ന് പ്രവാചകനും സംഘവും മദീനയിലേക്ക് പോയത് ഒരു സ്വസ്ഥമായ ജീവിതത്തിനാണ്. അവിടെയും ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് തീരുമാനിച്ച ഒരു സമൂഹത്തെ യുദ്ധത്തിലൂടെ പ്രതിരോധിക്കാനല്ല, യുദ്ധമില്ലാതെ പ്രതിരോധിക്കാനാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്രമിച്ചത്. പക്ഷേ അത് യുദ്ധത്തിലേക്ക് എത്തിപ്പെട്ടപ്പോ അള്ളാഹു കൊടുത്ത ആ ഒരു രംഗത്തെ അവർ ഏറ്റെടുക്കുകയാണ്. അപ്പൊ ഇതിന് വിശ്വാസിക്കുള്ള പാടെന്താണ്? ജീവിതമായിട്ട് പോകുമ്പോ പടച്ചോന്റെ ഖദർ എന്നുള്ള നിലക്ക് പലതും വരും. അതിനൊക്കെ സാവകാശം സന്തോഷപൂർവ്വം നേരിടണം. ഇപ്പോ എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള പ്രസ്ഥാന പരിസരത്തുള്ള പ്രസ്ഥാനത്തിലെ ഒരു സജീവ പ്രവർത്തകന്റെ 2 കുട്ടികൾ ഈ ജുമാന്റെ ഒരു 2 മണിക്കൂർ മുമ്പായിരിക്കും അവർ ആക്സിഡന്റ് പെട്ട് ആ മോന്റെ കാല് നഷ്ടപ്പെട്ടു എന്നാണ് കിട്ടിയ വിവരം. എത്രത്തോളം ഷാർപ്പാണെന്ന് എനിക്കറിയില്ല. അവന്റെ വളരെ സീരിയസ് ആയ സർജറി ഇപ്പോ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ആ കുട്ടിയെ പരിപൂർണതയിലേക്ക് എത്തിക്കും വിധമുള്ള സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ, അവസ്ഥകൾ അള്ളാഹു ആ കുട്ടിക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോ ഒരു ദിവസം സ്വന്തം മോന് ഒരു ഊന്നുവടിയിലേക്ക് ചുരുങ്ങുമ്പോ കൈയിന്റെ 2 കൈകൾക്കിടയിൽ ഇങ്ങനെ ഒരു ഊന്നുവടി ഇട്ട് ആ ഊന്നുവടി കൊണ്ട് അവനിങ്ങനെ നടക്കുമ്പോ ഒരു പിതാവിന്റെ, ഒരു മാതാവിന്റെ നെഞ്ചിന്റെ പിടച്ചിലിന്റെ ആഴം എത്ര വലുതായിരിക്കും സഹോദരന്മാരെ. അതാണ് ഖദർ എന്ന് പറയുന്നത്. അപ്പൊ അത് കാണുമ്പോ നെഞ്ചുപൊട്ടി തളരുകയാണോ വേണ്ടത്? ഒരു കുഞ്ഞ് ജനിച്ചു, കാത്തിരുന്ന കുഞ്ഞ് വരുമ്പോ ആ കുഞ്ഞിന്റെ മുഖത്തിനും ചുണ്ടിനൊക്കെ എന്തോ കുഴപ്പമുണ്ട്. അതോടുകൂടെ തളരുകയാണോ നമ്മൾ വേണ്ടത്? അതോടുകൂടെ ഈ കുഞ്ഞിന്റെ ജന്മദോഷമാണ് പിന്നീട് എല്ലാം എന്ന് വിചാരിച്ച് ആ കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുകയാണോ വേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരിക്കലല്ല. അപ്പൊ ഒരു വലിയ പാഠമാണ് ബദർ നൽകുന്നത്. കഥാപ്രസംഗത്തിൽ നിന്ന് ഈ പാഠം കിട്ടിയണോ എന്ന് നമുക്കറിയില്ല. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം എന്താ അറിയോ? നിരാശപ്പെട്ടുകൂടാൻ തന്നെയാണ്. ഇത് ഒന്നുകൂടി ആവർത്തിച്ച് പറയണം. പ്രവാചകൻ ഈ ഘട്ടത്തിൽ മാത്രമൊന്നുമല്ല, ഒരു ഘട്ടത്തിലും നിരാശപ്പെട്ടിട്ടില്ല. ഹന്തക്ക് അല്ലെ, കിടങ്ങു കുഴിക്കണം. കിടങ്ങു കുഴിക്കുമ്പോൾ അവർ തളർന്നിട്ടുണ്ട്, അവശരായിട്ടുണ്ട്. സൽമാൻ അൽ ഫാരിസ് ആണ് റളിയല്ലാഹു അൻഹു ഐഡിയ നിർദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ നാട്ടിലെ യുദ്ധതന്ത്രമാണ് നിർദ്ദേശിക്കുന്നത്. ആ യുദ്ധതന്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന മദീനയിലെ മൊത്തം ജനസംഖ്യയെക്കാളും വലിയൊരു സംഘമാണ് അവിടുന്ന് വരുന്നത്. അവരെ പ്രതിരോധിക്കാനാണ് എന്ത് ചെയ്യണത്? അവർ കിടങ്ങു കുഴിക്കണത്. അപ്പോഴേക്ക് മദീനയിലെ ജൂതന്മാര് കൂറുമാറി അവരെന്ത് ചെയ്തിട്ടുണ്ട്? പ്രവാചകനെതിരായിട്ടുണ്ട്. അപ്പോഴേക്ക് ഈ കിടങ്ങിന്റെ പണി മുന്നോട്ട് പോകുമ്പോഴാണ് വലിയ പാറ കാണുന്നത്. നോക്കി നിങ്ങൾ, അവിടെ റസൂലുള്ളാഹി നിരാശനാകണില്ല. ജീവിതത്തിൽ പല പാറയും കാണും നമ്മൾ. രോഗമായി, സാമ്പത്തിക പ്രതിസന്ധിയായി, നൊമ്പരങ്ങളായി, വേദനകളായി, മരണങ്ങളായി, ജീവിത പ്രാരാബ്ധതകളായി, ഒരുപക്ഷെ അനുഗ്രഹങ്ങളായി ഒക്കെ നമുക്ക് വലിയ പാറകൾ കാണും. ആ പാറക്ക് മുമ്പിൽ എടുക്കേണ്ട സ്റ്റാൻഡ് കണ്ടോ നിങ്ങൾ? അള്ളാഹുവിന്റെ റസൂല് ബിസ്മില്ല ചൊല്ലിയിട്ട് ആദ്യത്തെ അടി അടിച്ചു. ഇപ്പൊ പാറയുടെ 3-1 പൊട്ടി. പാറയിൽ നിന്ന് അഗ്നിസ്ഫുലിംഗങ്ങൾ ഇങ്ങനെ, തീനാളങ്ങൾ ഇങ്ങനെ, ആ കല്ലിലുരസി വരുന്ന തീനാളങ്ങൾ ഇങ്ങനെ പൊങ്ങിയപ്പോ അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ കിടങ്ങിൽ വിയർത്തൊലിച്ച് വയറൊട്ടി നിൽക്കുന്ന പ്രവാചകൻ അവിടെ പറയുന്നൊരു വാചകമുണ്ട്. ആ വാചകം എന്താ? ഷാമിന്റെ മുഴുവൻ ഖജനാവുകളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഷാമിന്റെ ഖജനാവുകൾ നിങ്ങളുടെ അധീശാധികാരങ്ങളിൽ വരുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് തളർന്നിരിക്കുന്ന ജനതയോട് പറഞ്ഞ് അവരെ ശക്തിപ്പെടുത്തണം. അവർ അല്ലാഹു അക്ബർ മുഴക്കി. ഫാരിസ്,
പേർഷ്യയുടെ സിംഹാസനങ്ങളും അധികാരങ്ങളും മുഴുവൻ നമ്മളിലേക്ക് വരുന്നൊരു ദിവസം വരാനുണ്ട്. അദ്ദേഹം വീണ്ടും തുടർന്നു, വല്ലാഹി ഇന്നി, മൂന്നാമത്തെ അടിയടിച്ചിട്ട് പറഞ്ഞു, വല്ലാഹി ഇന്നി അബ്സുറു അൽ മദായിൻ, മദായിനിന്റെ എല്ലാവിധ അധികാരങ്ങളും നമ്മളെടുത്തേക്ക് വരുന്ന, അവിടുത്തെ കൊട്ടാരങ്ങൾ നമ്മളെടുത്തേക്ക് വരുന്നതിനെ ഞാൻ കാണുന്നു. അല്ലെ? അപ്പൊ അവിടെയൊക്കെ പ്രവാചകൻ പ്രതീക്ഷയാണ് കൊടുക്കുന്നത്. വിശ്വാസി ഒരിക്കലും നിരാശപ്പെടില്ല. നിരാശ എന്നുള്ളത് വിശ്വാസിയുടെ ഒന്നിലും പെട്ടതല്ല. അതാണ് നമ്മൾ ഏറ്റവും ഊന്നി പറയുന്ന ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? മതം പാലിക്കലാണ്. നമ്മൾ വളരെ ഫ്രസ്ട്രേറ്റഡ് ആവുമ്പോൾ പ്രശ്നം അതൊക്കെ പിന്നെ അങ്ങനെ മതി എന്ന് തീരുമാനിക്കും. അങ്ങനല്ല. നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്കി, ചില ഘട്ടങ്ങളിൽ അതൊക്കെ അത്രേ നടക്കുള്ളൂ, അങ്ങനെ മർമ്മം നോക്കിയാൽ ശരിയാവില്ല. അല്ലേ? നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അങ്ങനെ മർമ്മം നോക്കിയാൽ ശരിയാവില്ല. എന്നാ മർമ്മം നോക്കണ കണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യുദ്ധത്തിന് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന ഘട്ടത്തിലേക്കാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു ചെല്ലണത്. ഹുദൈഫയും മകൻ ഉപ്പ യമാനും ചെല്ലണത്. അവര് ഹിജ്റ കഴിഞ്ഞെത്താണ്. മക്കയിൽ നിന്ന് ഖുറൈശികളുടെ മുന്നിൽ നിന്ന് അവര് വരികയാണ്. അപ്പോ ഖുറൈശികളെ അവർ ഹിജ്റ പോകുമ്പോ വഴിയിൽ വെച്ച് തടഞ്ഞ ഖുറൈശികൾ ചോദിക്കുന്നുണ്ട്, ഇന്നക്കും തുരീദന മുഹമ്മദൻ, നിങ്ങൾ അങ്ങ് എസിരിബ് പട്ടണത്തിൽ മദീനത്തുർ റസൂലിൽ മുഹമ്മദ് റസൂലുള്ളാഹിനെ കാണാൻ പോവാണോ? അവരു മാനുരീദ് ഇല്ലൽ മദീന, അവര് തന്ത്രപരമായൊരു മറുപടി പറഞ്ഞു, ഞങ്ങൾ മദീനയിൽ പോവാണ് എന്ന് പറഞ്ഞു. ശത്രുവിനെ കണ്ണുവെട്ടിച്ച് പറ്റിച്ചു പോകാൻ വേണ്ടി. അങ്ങനെ അവര് ആ വാചകം പറഞ്ഞപ്പോ ശത്രു ഒതുങ്ങി കൊടുത്തിട്ട് പറഞ്ഞു, ഫാഖദു മിൻഹ അഹ്ദല്ലാഹി വമീസാഖഹു, എന്താ അവര് ഒരു കരാറിൽ ഏർപ്പെട്ടു. എന്താ കരാറ്? കരാറ്, ഞങ്ങൾ അവിടെ ചെന്നാലും മുഹമ്മദിനെയും അദ്ദേഹത്തിന്റെ സംഘത്തെയും യുദ്ധത്തിൽ സപ്പോർട്ട് ചെയ്യൂല. അവരാണെങ്കിലോ ഇവിടെ എത്തുമ്പോ റസൂലുള്ളാഹി ഉഹദിലേക്ക് പുറപ്പെടാൻ നിൽക്കുകയാണ്. പ്രവാചകനോട് പോയിട്ട് അവർ പറഞ്ഞു, നബിയെ, ഞങ്ങൾ ഇങ്ങനെ ഒരു കരാറ് കൊടുത്തിട്ടുണ്ട്, എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റസൂൽ എന്താ പറയണ്ടേ? ഇങ്ങനെ മർമ്മൊന്നും നോക്കിയാൽ ശരിയാവില്ല. നമ്മളടുക്ക് പറയണ വാക്കത്, മർമ്മൊന്നും നോക്കിയാൽ ശരിയാവില്ല. എന്താ, നിങ്ങളിന് നിന്നോ, അല്ലെങ്കിൽ നമുക്ക് ആളും അർത്ഥമല്ലാത്തതാ. ആ കള്ള കാഫിറിനോടുള്ള കരാറും പറഞ്ഞ് ഇരിക്കങ്ങള് എന്ത് വർത്താനത് എന്നൊന്നും ചോദിച്ചില്ല. അല്ലേ? അവിടെ മാനുഷിക മൂല്യങ്ങൾ എല്ലായിടത്തും പാലിക്കാൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇൻസ്വരിഫ, പോയിക്കോളൂ, നിങ്ങൾ മടങ്ങിക്കോളൂ. എന്താ, നഫിലഹുമാ ബിഅഹ്ദിഹിം, നിങ്ങൾ അവരോട് നടത്തിയ കരാറ് പാലിക്കുക. വനസ്തഈനുല്ലാഹ അലൈഹിം, നമുക്കെല്ലാവർക്കും കൂടി അവർക്കെതിരെ അള്ളാഹുവോട് പ്രാർത്ഥിക്കാം, പഠിച്ചോ സഹായിച്ചു, നിങ്ങൾ രണ്ടാളും വരണ്ട. ഹുദൈഫയെയും ഉപ്പ യമാനെയും അള്ളാഹുവിന്റെ റസൂൽ തിരിച്ചയക്കുകയാണ്. കഥാപ്രസംഗത്തിൽ നിന്ന് ഈ പാഠം കിട്ടിയണോന്ന് നമുക്കറിയില്ല. എന്താ, വലിയ പാഠമാണ് യുദ്ധത്തിന് പോകാൻ ഒരുങ്ങുന്ന പ്രവാചകൻ നമുക്ക് നൽകണത്. നമ്മൾ എത്ര ആളോട് പറയും, വരാം, ചെയ്യാം, നോക്കാം, ആകാം, അല്ലേ? പക്ഷേ അതൊന്നും പറയുമ്പോ ഒരിക്കലും ചെയ്യാനുള്ള ഉദ്ദേശമല്ല, ചെയ്യണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് പറയാം. കരാറ് ലംഘനം നിഫാഖിന്റെ അടയാളായിട്ടാ ഇസ്ലാം പഠിപ്പിച്ചത്. മുനാഫിഖിനെ തിരിച്ചറിയാനുള്ള അടയാളം പഠിപ്പിച്ചപ്പോ അതിൽ പറഞ്ഞതാ കരാറ് ലംഘനം. സ്വഹാബത്ത് പോലും നിഫാഖിനെ പേടിച്ചിട്ടുണ്ട്, താബിഈങ്ങൾ പോലും നിഫാഖിനെ പേടിച്ചിട്ടുണ്ട്. റഅയ്തു ബിദ്അൻ വസലാസീന മിൻ അസ്ഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി, 30 ചെല്ലാനും പ്രവാചകന്റെ സ്വഹാബത്തിനെ നിഫാഖ് പേടിക്കുന്നവരെ ഞങ്ങൾ കണ്ടു എന്നാണ്. നമ്മൾ എന്തെങ്കിലും നിഫാഖിനെ പേടിച്ചോ? പട്ടിനെ പേടിച്ചിട്ടുണ്ടാവും, കൊറോണനെ പേടിച്ചിട്ടുണ്ടാവും, അല്ലെ? ക്യാൻസർ പേടിച്ചിട്ടുണ്ടാവും, അങ്ങനെ പലതും പേടിച്ചിട്ടുണ്ടാവും. നിഫാഖിനെ എത്രത്തോളം പേടിച്ചിട്ടുണ്ട്? നമ്മുടെ പഠനത്തിന്റെ അഭാവമാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇങ്ങനെ റബ്ബിന്റെ മാർഗത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് എപ്പോഴും പ്രതീക്ഷ ഉണ്ടാവണം. കാരണം എന്താ അറിയോ? റബ്ബ് പല തന്ത്രങ്ങളും വരുത്തും. ഇപ്പോ ബദറിലൊരു കാഴ്ച പറയാണ് ഖുർആൻ. ബദറിലൊരു കാഴ്ച, വൈദുരീകുമുഹും ഇതിൽ തഖൈതും ഫി അഅയുനികും ഖലീല വയുഖല്ലിലുകും ഫി അഅയുനിഹിം. എന്താ, അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, ശത്രുവിന്റെ വലിയ എണ്ണം സ്വഹാബത്തിന് ഫീൽ ചെയ്തതേ ഇല്ല, ഞാനത് ചെറുതാക്കി കാണിച്ചു കൊടുത്തു. ഞാനൊരു കൊച്ചു സംഘമായിട്ട് ആ ശത്രുക്കളെ കാണിച്ചു കൊടുത്തു. 3 ഇരട്ടിയുണ്ട്, പക്ഷേ ഏറ്റവും ചെറുതാക്കി കാണിച്ചു കൊടുത്തു. ശത്രുവിനാണെങ്കിലോ ഭയങ്കര സംഭവം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. സ്വഹാബത്ത് കാണാത്ത ഭയങ്കര ആയിരങ്ങൾ പിന്നിൽ മലക്കുകൾ ഇങ്ങനെ അണിനിരന്നിരിക്കുകയാണ് യുദ്ധത്തിന്. അപ്പോഴാണ് അത്രയും നേരം മൂച്ചമ്മ കയറ്റിപ്പോയ, അത്രയും നേരം നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ്, നിങ്ങളെ കാരണന്മാരെ മാർഗം പ്രധാനമല്ലേ എന്നൊക്കെ പറഞ്ഞ് മൂച്ചമ്മ കയറ്റിയ പിശാജ് പിന്മാറുന്നത്, നിങ്ങൾ കാണാത്ത ഞാൻ കാണുന്നുണ്ട് കൂട്ടരെ, നീ അവിടെ നിന്ന് ശരിയാവില്ല എന്ന് പിശാജ് മുങ്ങാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മനഃശക്തി കിട്ടാൻ വേണ്ടതൊക്കെ പഠിച്ചോ കൊടുക്കും. പക്ഷെ ഇതിലൊക്കെ വിശ്വാസം വേണം.
ഇതിലൊക്കെ 100% വിശ്വസിച്ചുൾക്കൊണ്ട് ഹൃദയത്തെ റബ്ബിന്റെ ദീനിൽ ഇൻവെസ്റ്റ് ചെയ്യണവർക്ക്, റബ്ബിന്റെ ദീനിൽ 100% ഹൃദയത്തെ വിശ്വസിപ്പിക്കുന്നവർക്ക്, വേഷത്തിലും ഭാഷയിലും പേരിലും വോട്ടർ ലിസ്റ്റിലും ഒന്നുമല്ല, പിന്നെ അള്ളാഹുവിന്റെ അടുത്ത് ഖൽബ് മുഅ്മിനാകണം. ഖൽബ് മുഅ്മിനാണെങ്കിൽ അത്ഭുതങ്ങൾ വിശ്വാസിക്ക് കാണാൻ പറ്റും. അത്ഭുതങ്ങൾ വിശ്വാസിക്ക് കാണാൻ പറ്റും. ഇനി 4ാമത്തെ കാര്യം എന്താ അറിയോ? 4ാമത്തെ ഒരു പാഠമുണ്ട്. 4ാമത്തെ പാഠം, തടസ്സങ്ങളെ ഒക്കെ തട്ടിമാറ്റാൻ വിശ്വാസികൾ പഠിക്കണം. തടസ്സങ്ങളെ തട്ടിമാറ്റാൻ പഠിക്കണം. എന്താ കാരണം? നോക്കൂ, നിങ്ങൾ കൃത്യമായി പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക ബിൽ ഹഖ് വഇന്ന ഫരീഖൻ മിനൽ മുഅ്മിനൂന ലകാരിഹൂൻ. യുദ്ധത്തിന്റെ ഘട്ടത്തിയപ്പോ വിശ്വാസികളിൽപ്പെട്ട ഒരു സംഘം ആളുകൾക്ക് തന്നെ അതിനോട് ഇഷ്ടക്കുറവുണ്ടായിരുന്നു. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, അവരാഗ്രഹിച്ചത് ആയുധശേഷിയില്ലാത്ത കച്ചവട സംഘത്തെയാണെന്ന്. പക്ഷെ ഈ വാർത്ത പുറത്തുപോയി. തന്ത്രജ്ഞനായ അബൂ സുഫിയാൻ വഴിമാറി യാത്ര ചെയ്ത് സമ്പത്തൊക്കെ അവിടെ സേഫാക്കിന്റെ ശേഷം ആയുധം എടുത്തുകൊണ്ട് വന്നു. അസംഘടിതരായ പ്രവാചകന്റെ സ്വഹാബത്തിന് അവിടെ വെച്ച് കഥ കഴിക്കാന്നുള്ള പ്രതീക്ഷയിൽ അഹങ്കാരിയായി സജ്ജ സംഘവുമായി അയാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബദറിൽ വെച്ച് കാണാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ അവർക്ക് ഇഷ്ടക്കുറവുണ്ടായിരുന്നു, അവർക്ക് താല്പര്യക്കുറവുണ്ടായിരുന്നു. യുജാദിലൂനക ഫിൽ ഹഖ് ബഅദമാ തബയ്യന കഅന്നമാ യുസാഖൂന ഇലൽ മൗതി വഹും യൻദുറൂൻ. അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ മരണത്തിലേക്ക് പോണ ഫീലിംഗ് ഒരു സംഘം സ്വഹാബത്തിന്റെ അടുത്തുണ്ടായിരുന്നു. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്? ഇവിടെ ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മളൊരു സംവിധാനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ സംവിധാനത്തിൽ വ്യത്യസ്താഭിപ്രായങ്ങളുള്ളവരുണ്ടാവും. ആ വ്യത്യസ്താഭിപ്രായങ്ങളുള്ളവരെ വെട്ടി നിലത്തിടലല്ല ചെയ്യേണ്ടത്. പിന്നെയോ പ്രവാചകൻ എന്താ ചെയ്തത്? ഖൂമു ഇലൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് എണീക്കൂ എന്നവരോട് പറഞ്ഞു. പ്രവാചകൻ പറയുന്നുണ്ട്, ഒരു സ്വഹാബി വെച്ച്, നബിയെ, ഞാൻ രക്തസാക്ഷിയായാൽ എനിക്ക് സ്വർഗമുണ്ടോ? അയാളിങ്ങനെ കാരക്ക കടിക്കണം. ഉണങ്ങിയ കാരക്ക കടിക്കുമ്പോ അതേന്ന് പറഞ്ഞപ്പോ കാരക്ക വലിച്ചെറിഞ്ഞിട്ട് കാരക്ക തിന്നുന്ന സമയം പോലും രക്തസാക്ഷിത്വത്തിന്റെ ലോകത്തുനിന്ന് മാറിക്കാൻ എനിക്ക് സമയമല്ല എന്ന് പറഞ്ഞു. ആരാത്? ഓഹും കാരിഹൂൻ. അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. യുദ്ധം അവിടെ തുടങ്ങിയപ്പോഴും അപ്പുറത്ത് കാരക്യം തിന്ന് നിൽക്കണേ സ്വഹാബിനെ പ്രവാചകൻ സന്നദ്ധനാക്കണം, സജ്ജാക്കണം. നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്, നമ്മളവിടുത്തെ ഹെഡാണ്, നമ്മളൊരു വീട്ടിന്റെ കുടുംബനാഥനാണ്, നമ്മളൊരു കൂട്ടുകുടുംബത്തിന്റെ ആളാണ്. അവിടെയൊക്കെ പാടുണ്ട്. എന്താ? നമ്മളെ അഭിപ്രായത്തിലേക്ക് എത്താത്തവരെ അടിച്ചമർത്തി താഴെയിടലല്ല ഒരാൾ ചെയ്യേണ്ടത്. പിന്നെ കൂടെ നിർത്തി, ചേർത്ത് നിർത്തി, ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുക വേണ്ട. ഏത് ഘട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ ചെയ്തത്. ബദറിൽ തന്നെയല്ലേ? ഞാനിപ്പം എന്താ ചർച്ച ചെയ്യാൻ നമ്മൾ ആലോചിക്കുക. പ്രവാചകൻ ബദറിൽ ചർച്ച ചെയ്തു, ശൂറ ചെയ്തു. മാത്രല്ല, പ്രവാചകനെ കുറിച്ചുള്ള ഒരു പ്രയോഗം എന്താ അറിയോ? ജനങ്ങളിൽ ഏറ്റവും ശൂറുണ്ടായിരുന്ന വ്യക്തി പ്രവാചകനായിരുന്നു. ചർച്ച ഉണ്ടായിരുന്നു. ആരത്? വഹിയുള്ള റസൂലുള്ളാഹി. വഹിയുള്ള റസൂലുള്ള. മാത്രല്ല, ഖുർആനിലൊരു അധ്യായം തന്നെ ശൂറ എന്നാണ്, മീറ്റിംഗ് എന്നാണ്, കൂടിയാലോചന എന്നാണ്. അപ്പോ എന്നാ പലപ്പോഴും ഇന്ന് പല രംഗത്തും ഷൂറല്ല. സാംസ്കാരിക നേതൃത്വങ്ങൾ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പുകൾ, മതസംഘടനകൾ, വീട്ടിലെ ആളുകൾ, ഒരു ഓഫീസിലെ ആളുകൾ, ഹെഡ് മാസ്റ്റർ, അല്ലെ, അങ്ങനെ തുടങ്ങി ആരും മൂപ്പരാണ് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോയതിനു ശേഷം എല്ലാവരും അറിയും. വ്യത്യസ്ത അഭിപ്രായമുള്ളവരൊക്കെ എന്ത് ചെയ്യും? മൂപ്പര് മുന്നിൽ ആയിക്കോട്ടെ സാർ, ആയിക്കോട്ടെ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് കുസു പറയും. ഒരു വീട്ടിലൊരു കാര്യം നടപ്പിലാക്കുകയാണ്. മോന്റെ റൂമിൽ വെക്കാനുള്ള ഫാനാണ്. എന്താ കുഞ്ഞോ, ഞാനൊരു ഫാന് വാങ്ങിത്തരണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ അപ്പാന്റെ വീട്ടിന്റെ അഭിപ്രായം? ഒരു സ്നേഹത്തിന്റെ ഭാഷ അല്ലെ? അവിടെ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ആരാ? സർവ്വസൈന്യാധിപനാണ്. സർവ്വസൈന്യാധിപനായ പ്രവാചകൻ സൈന്യാധിപന്റെ ഭാഷയല്ല. എല്ലാരും അരികത്തിരുത്തി, കൂട്ടിയിരുത്തി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. അഭിപ്രായം ചോദിക്കുന്ന പ്രവാചക തിരുമേനിന്റെ അടുത്ത് ഒരു സഹാബി അഭിപ്രായം പറയുന്നുണ്ട്. നബി, ടെന്റ് കെട്ടാൻ തീരുമാനിച്ച ഭാഗത്തുനിന്ന്, നബി, ഇവിടെ വെള്ളം കുറവാണ് റസൂലേ. മാത്രല്ല, സൂര്യവെളിച്ചം നമ്മുടെ കണ്ണിലാണ് പറ്റുക. നമ്മളിങ്ങനെ അമ്പെയ്യുമ്പോ സൂര്യന്റെ ലൈറ്റ് നമ്മുടെ കണ്ണിലാണ് വീഴുക. നമുക്ക് അപ്പുറത്തേക്ക് നിൽക്കാം, അല്ലെ? നമുക്ക് അപ്പുറത്തേക്ക് നിൽക്കാം. പ്രവാചകൻ ആ സ്വഹാബിന്റെ അഭിപ്രായത്തെ എടുത്ത് മാറണത് നമുക്ക് കാണാൻ പറ്റും. മാത്രല്ല, നമ്മൾക്കിതിലുള്ള പാടെന്താ? ഈ പദ്ധതിയേറ്റ് മുന്നോട്ട് പോകുന്നിടത്ത് കൂടുള്ളവർ തന്നെ എതിരാണ്, കൂടുള്ളവരെ തന്നെ കിട്ടൂല എന്നൊക്കെ തോന്നുമ്പോ എന്നാ ശ്രമം ഉപേക്ഷിച്ച് പോരല്ല പ്രവാചകൻ ചെയ്യണത്, ബോധ്യപ്പെടുത്തുക ചെയ്യണത്. നമുക്ക് ബോധ്യപ്പെടുത്തൽ ഭയങ്കര കുറവാ. നമ്മളെ ബോധ്യപ്പെടുത്തലും കുറവാണ്, പിന്നെ കൂടുള്ളവരെ ബോധ്യപ്പെടുത്തലും കുറവാണ്. വേഗം തെറ്റലാണ് മുന്നിൽ. ആദ്യം തെറ്റല. എന്നാ പിന്നെ ഇജെന്താ നോക്കിക്കോ,
എന്ന് കഴിഞ്ഞു. പിന്നെ ആ വിഷയം ചർച്ചക്കില്ല. ശാന്തമായ സംഭാഷണത്തിന്റെ ടേബിൾ വേണം. ശാന്തമായ സംഭാഷണത്തിന്റെ ടേബിൾ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളെയും തല്ലണത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ ബീവി പറഞ്ഞു. ഒരാളെയും തല്ലണത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ മിമ്പറിന് ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ച ഹദീസ്, ഞാൻ ഇങ്ങനെ ഒരു 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 കാഴ്ചയിൽ എന്ന പോലെ കാണുന്ന ഹദീസ്, എന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്വാധീനിച്ച ഹദീസ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പ്രവാചകൻ നടത്തുന്ന ഇടപെടലാണ്. കുസൃതികളായ കുട്ടികൾ ക്ലാസ്സിൽ ADHD-ക്കാരായ ബഹളക്കാൾ ക്ലാസ്സിൽ ബഹളമുണ്ടാക്കുമ്പോൾ ഞാൻ എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഹദീസ്, അഭിമാനപൂർവം കഴിഞ്ഞ 5-6 കൊല്ലമായി വടി തൊട്ടിട്ടില്ലെന്ന് പറയാൻ എനിക്ക് 1-2 കെട്ടൊഴികെ വടി തൊട്ടിട്ടില്ലെന്ന് പറയാൻ എനിക്ക് പ്രേരകമാകുന്ന ഹദീസ്. എന്താ സാധനം വാങ്ങാൻ വേണ്ടി, നിങ്ങൾക്കൊക്കെ ഹിഫ്ളാണത്, ഞാനിവിടുന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞ ഹദീസാണ്. സാധനം വാങ്ങാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും ചില ആൾക്കാർക്ക്. സാധനം വാങ്ങാൻ വേണ്ടി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ ആണ് പറഞ്ഞയച്ചു. എങ്ങോട്ട്? അങ്ങാടിക്ക്. അദ്ദേഹം അവിടെ എന്തോ ഒരു ആയുധാഭ്യാസം കണ്ട് നിന്നപ്പോ പ്രവാചകൻ ഇങ്ങനെ പെരടി പോയിട്ട് ഇങ്ങനെ തൊട്ടിട്ട്, യാ ഉനൈസ്, എന്താ കുഞ്ഞനസേ ഇവിടെ നിൽക്ക, ഞാൻ നിന്നൊരു കാര്യം ഏൽപ്പിച്ചതല്ലേ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാ വയോധികനായി സ്വഹാബത്തിന്റെ കൂട്ടത്തിലേക്ക് അവസാന സ്വഹാബിയായി അദ്ദേഹം ജീവൻ വെടിയും മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, 9 കൊല്ലം മുത്തുനബിന്റെ കൂടെ ഞാൻ നിന്നു. 9 ദിവസം 9 മണിക്കൂറല്ല, 9 കൊല്ലം മുത്തുനബിന്റെ കൂടെ ഞാൻ നിന്നു. ഒരിക്കൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ അനസേ എന്നോട് ചോദിച്ചിട്ടില്ല, എന്തിനാ അനസേ എന്നോട് ചോദിച്ചിട്ടില്ല. ടോൺ പ്രധാനമാണ്. ടോൺ, സംസാരത്തിന്റെ ശൈലി, സംസാരത്തിന്റെ ഭാഷ, ആരോട് പറയുമ്പോഴും അത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, നമ്മളെയും ബോധ്യപ്പെടുത്തലില്ല. ദീനീയായ കാര്യങ്ങൾക്ക് ചില തടസ്സമൊക്കെ ഉണ്ടാവും. ഞാൻ അവിടുന്ന് ഏറ്റവും ആവർത്തിച്ച് പറയുന്ന കാര്യം നിസ്കാരം. ഈ മിമ്പറിന്ന് ഏറ്റവും ആവർത്തിച്ച് പറഞ്ഞ 5-6 കാര്യങ്ങളിലൊന്ന് നിസ്കാരം അല്ലേ? ആ നിസ്കാരം ശരിയായി നിർവഹിക്കുന്നിടത്തും സമയത്തിന് നിർവഹിക്കുന്നിടത്തും നമുക്ക് തടസ്സം ഉണ്ടാവും. ആ തടസ്സത്തെ നുള്ളിയെടുത്തെറിയണം. അപ്പൊ അറിയാം 2 റക്അത്ത് നിസ്കാരത്തിന്റെ ശക്തി എന്താ. 2 റക്അത്ത് നിസ്കാരത്തിന്റെ ശക്തി 3 സംഭവം പറയാം കേട്ടോ. 3 സംഭവം പറയാം. ഒന്ന് എന്താണ്? ആ സ്വഹാബിയെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ വിലങ്ങണീച്ച് കൊണ്ടുപോകാണ്. തിഹാമയുടെ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി നിർത്തി, മരക്കുരിശിൽ ചേർത്ത് നിർത്തി, നെഞ്ചിൽ മരത്തിന്റെ ആണികൾ അടിച്ചു കയറ്റും മുമ്പ് ചോദിച്ചു, എന്താ വേണ്ടത്? അദ്ദേഹം പറഞ്ഞു 2 റക്അത്ത് നിസ്കരിക്കണം. അതാ നിസ്കാരം. അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ച് സുജൂദും റുക്കുവൊക്കെ വേഗം പൂർത്തീകരിച്ചിട്ട് പറഞ്ഞേ, സുജൂദിന് ഭയങ്കര രസാണ്, പക്ഷേ ഞാനിതിൽ കുറെ നേരം കിടക്കാത്ത എന്താ അറിയോ, എനിക്ക് മരണം പേടിയാന്ന് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ടാ അവരദ്ദേഹത്തെ ചേർത്ത് നിർത്തി കുരിശിൽ തറച്ച് കൊല്ലുമ്പോ രക്തമുറ്റിയുറ്റി വീണ് മരണത്തിലേക്ക് വീഴുമ്പോ അദ്ദേഹം പാടിയ മനോഹരമായ വരികൾ മനുഷ്യ ചരിത്രത്തിന്റെ മുന്നിൽ ഏത് ഫാസിസ്റ്റിന്റെയും, ഏത് സ്വേച്ഛാധികാരിയുടെയും, ഏത് അക്രമിയുടെയും, ഏത് സെക്യുലറിസത്തിന്റെ വാളുകാട്ടി മതത്തെയും വിശ്വാസത്തെയും ചൂണ്ടിക്കാണിച്ച് ലിബറലിസത്തിന്റെ വാളുകാട്ടി, അല്ലെ? ഇതൊക്കെ സെക്യുലറിസത്തിനെതിരാണ്. അൾട്രാ സെക്യുലറുകൾ പറയുന്ന കാര്യം ഇതൊക്കെ ലിബറലിസത്തിനെതിരാണ്. എന്താ ഇതൊക്കെ പറയുന്ന ആളുകൾക്ക് മുന്നിലും ഓർത്ത് പാടാവുന്ന പാട്ടാണ്. ഒരു മുസ്ലിമായിരിക്കെ മരിക്കുന്നത് എനിക്ക് പ്രശ്നമല്ല, മുസ്ലിമാണല്ലോ ഞാൻ. സ്വഹാബിമാരത് കണ്ടുനിന്ന കുഞ്ഞു സ്വഹാബി, പിന്നെ ഇസ്ലാമിലേക്ക് വന്ന കുഞ്ഞു സ്വഹാബി പറയുന്നുണ്ട്, അദ്ദേഹം അങ്ങനെ തിരിച്ചു പോകുമ്പോൾ പറയാ, ലാത്തയൂസേ, നീയൊക്കെ എവിടെ? ഒരു മനുഷ്യനെ പച്ചക്ക് കൊന്നിട്ട് നീയൊക്കെ എവിടെ പോയി? നിന്റെ പേരിലാ കൊന്നത്, ഇനി നിന്റെ അടുത്തേക്ക് ഞാൻ വരൂല എന്ന് ആ കുഞ്ഞു സ്വഹാബി പറയുന്നുണ്ട്. അദ്ദേഹം കണ്ട കാഴ്ച അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കുമ്പോ ആ സ്വഹാബിന്റെ കയ്യില് കാരക്ക കണ്ടു. മക്കത്ത് ജസീറത്തുൽ അറബില് ആ കാലത്ത് ആ തരം കാരക്ക കായ്ക്കാറില്ല. കറാമത്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കറാമത്താണ്. 2 റക്അത്ത് നിസ്കാരത്തിന്റെ മഹത്വമാണത്. ഇനി 3 പണ്ഡിതന്മാര് ഒരു പോവാണ് ഇൽമ തേടി പോവുക, പട്ടിണിയായി തളർന്ന് വീഴുന്നുറപ്പായി. ആ സന്ദർഭത്തിൽ അവര് ആരോടെങ്കിലൊക്കെ ചോദിക്കാന്ന് പറഞ്ഞു. ആദ്യം നമുക്ക് പടച്ചവനോട് ചോദിക്കാം. അവർ 2 റക്അത്ത് നിസ്കരിച്ചു, പടച്ചവനോട് ചോദിച്ചു. ആ നാട്ടിലെ രാജാവ് സ്വപ്നം കണ്ടു, അവർക്ക് ഉള്ള ഭക്ഷണം അവിടെ എത്തിച്ചെടുത്തു. 2 റക്അത്ത് നിസ്കാരം നാളെ പരലോകത്ത്
ത്രാസിൽ തൂക്കുമ്പോ ആ 2 റക്അത്ത് നിസ്കാരല്ലേ, ആ 2 റക്അത്ത് നിസ്കാരം ഞാൻ നിസ്കരിച്ചിരുന്നെങ്കിൽ ഓർമ്മ വരും. സുബൈന്റെ മുമ്പ് 2 ഒഴിവാക്കിയത്, ളുഹറിന്റെ ശേഷം 2 ഒഴിവാക്കി മൊബൈൽ എടുത്തു പോയത് അല്ലേ. ഒന്നാമത്തെ 10 കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ 10 ഗഫലത്തിന്റെ 10ആണ്. പിന്നെ സൊഫിന്റെ എണ്ണൊക്കെ കുറയും, നിസ്കാരത്തിന്റെ കൃത്യത ഒക്കെ കുറയും അല്ലെ. 3-3.5 സൊഫുള്ളത് കഴിഞ്ഞ ദിവസം കുറച്ച് കുറഞ്ഞതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഓരോരുത്തരും സൊഫൊക്കെ തിരിച്ചു കയറുക സഹോദരന്മാരെ. അടുത്ത റമളാനിൽ ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നിടത്ത് തന്നെ നമുക്ക് പ്രശ്നമുണ്ട് ഞാൻ പറയുന്നത് അല്ലെ. സ്വഹാബത്ത് അവരെ സ്വയം ബോധ്യപ്പെടുത്തി തിരുത്തി. ബദർ യുദ്ധത്തിന് തയ്യാറായി. ജമാഅത്തിന് പങ്കെടുക്കാൻ പറ്റാത്തവര്, സ്വതക്കന്റെ കാര്യത്തിൽ ശീലല്ലാത്തവര് ഒക്കെ തിരുത്തണമെന്ന പാഠം യഥാർത്ഥത്തിൽ ബദർ നമുക്ക് നൽകുന്നുണ്ട്. മറ്റൊരു കാര്യം എന്താ അറിയോ, അനുസരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രത്തോളം അനുസരിച്ചു. യുദ്ധം പെട്ടെന്ന് ഇങ്ങനെ രൂപപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഹാജിറുകൾ പറഞ്ഞ എന്താ അറിയോ, നബിയെ ഒരിക്കലും മൂസാ നബിന്റെ ജനത പറഞ്ഞ മാതിരി നമ്മൾ പറയില്ല. അവരെന്താ പറഞ്ഞത്? അവര് പറഞ്ഞത് ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നിങ്ങൾ പോയിട്ട് യുദ്ധം ചെയ്യും മൂസ, ഞങ്ങൾ യുദ്ധത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞ് മൂസയെയും കൊച്ചു സംഘത്തെയും പറഞ്ഞേച്ച പോലെ ഞങ്ങൾ വരൂല, നബിയെ നിങ്ങൾ യുദ്ധത്തിന് വിളിച്ചോളി, ഞങ്ങൾ വരാം എന്നവർ പറഞ്ഞു. ഇംളി വനഹ്നു മഅക്. അപ്പോ മുഹാജിറുകൾ ഇത് പറഞ്ഞു. പക്ഷേ അൻസാറുകൾ എന്ന് പറയുന്ന റസൂലുള്ളാഹിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം അൻസാറുകളായിട്ടുള്ള കരാർ എന്താ? മദീനക്കുള്ളിൽ സഹായിക്കാന്ന്. ബദറാണെങ്കിൽ മദീന്റെ പുറത്താ. അള്ളാഹുവിന്റെ റസൂൽ സംശയിക്കുന്നു എന്ന് തോന്നിയപ്പോ സഅദ് ഇബ്നു ഉബാദ കൊടുത്ത മറുപടിയുണ്ട്, ഇയാനാ തുരീദ് യാ റസൂലല്ലാഹ്, ഞങ്ങൾ സഹായിക്കൂല, ഞങ്ങളുടെ ഉള്ളിലൊരു വിചാരമുണ്ടോ നബിയേ? അപ്പോ പ്രവാചകൻ മൗനം പാലിച്ചപ്പോ, ഉണ്ടെന്ന് തോന്നിയപ്പോ വൈകാരികമായി അദ്ദേഹം കൊടുത്ത മറുപടിയുണ്ട്, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബിനെ സാക്ഷിയാക്കി അങ്ങയെ മദീനയിൽ സപ്പോർട്ട് ചെയ്ത അൻസ്വാറുകൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, ആട്ടിയോടിക്കപ്പെട്ട ഒരു വ്യക്തിയായ അങ്ങേ നാടണഞ്ഞപ്പോ അങ്ങയെ നെഞ്ചോട് ചേർത്ത ഒരു ജനത എന്തിനും റെഡിയാണ്. അങ്ങ് പറയാണ്, അങ്ങ് ബർഖുൽ ഗിമാദിൽ കിലോമീറ്ററുകൾ അപ്പുറം ദീർഘനാളുകൾ യാത്ര ചെയ്ത് എത്തേണ്ട ബർഖുൽ ഗിമാദിൽ പോയി യുദ്ധം ചെയ്യാൻ പറഞ്ഞ പോകും ഞങ്ങള്. കൊടും തണുപ്പ് പെയ്തിറങ്ങുന്ന ബർഖുൽ ഗിമാദിൽ പോയി യുദ്ധം ചെയ്യാൻ പറഞ്ഞ ചെയ്യും. അങ്ങ് പറയാണ്, സമുദ്രം കാണിച്ചിട്ട് ആ സമുദ്രത്തിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങും നബിയെ. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾക്ക് മുന്നിൽ ഒരു ബുദ്ധിക്കും പ്രസക്തിയില്ല, ഒരു യുക്തിക്കും പ്രസക്തിയില്ല. ഇസ്ലാം ബുദ്ധിയെയും യുക്തിയെയും ശക്തമായി പ്രോത്സാഹിപ്പിച്ചു. ബുദ്ധിക്കും യുക്തിക്കും എതിരായതൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും നമ്മളെ ബുദ്ധി SSLCക്ക് 210 പാസ്സാകാത്ത ബുദ്ധി, PDC പൊട്ടിയ ബുദ്ധി, +2 D ഗ്രേഡ് കിട്ടിയ ബുദ്ധി, ആ ബുദ്ധിയും കൊണ്ട് അള്ളാഹുവിന്റെ കിതാബും ഖുർആനും അള്ളാഹുവിന്റെ ഇൽമും അള്ളാഹുവിന്റെ ഗൈബും വിലയിരുത്താൻ പോകരുത്. മനസ്സിലായില്ലേ? അത് വിലയിരുത്തിയൊരു 43-44 ദിവസം കഴിയുമ്പോ പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ ചെന്നിട്ട് പിന്നെ ഒരു മലക്ക് അള്ളാഹിനോട് ചോദിക്കും, ഈ പെണ്ണിന്റെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ എന്താക്കണം, ആണാക്കണോ പെണ്ണാക്കണോ? അപ്പൊ അള്ളാഹ് പറയും, ആണാക്കിക്കോ അല്ലെങ്കിൽ പെണ്ണാക്കിക്കോ. അപ്പൊ ആണും പെണ്ണും ആക്കും. XS ക്രോമസോമും XY ക്രോമസോമും ചേർന്ന് ആണും പിന്നെ പെണ്ണുമാകുന്നുവെന്ന ടെക്സ്റ്റ് ബുക്കിലെ, സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ, ബയോളജി പാഠപുസ്തകത്തിലെ ടെക്സ്റ്റ് കണ്ട കാലത്ത് ഇത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടിയവരുണ്ട്. 2010 സയൻസ് കോൺഫറൻസുകൾ ഖുർആൻ പറഞ്ഞ ഈ റസൂലുള്ളാഹി പറഞ്ഞ ഈ തത്വം അംഗീകരിച്ചു. ബീജവും അണ്ടവും ചേരുന്നിടത്ത് കുഞ്ഞ് ആണാണോ പെണ്ണാണോ ഒന്നും തീരുമാനാകുന്നില്ല, പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. പ്രവാചകൻ പറഞ്ഞ ഈ ഡ്യൂറേഷനിലാണ്. മലക്കിനെ കണ്ടില്ല ശാസ്ത്രം മലക്കിനെ കാണൂല. അങ്ങനെ സ്റ്റെതസ്കോപ്പ് കൊണ്ട് തൊട്ടെടുക്കാവുന്നതും അല്ലെങ്കിൽ ബൈനോക്കുലർ കൊണ്ട് നോക്കിക്കാണാവുന്നതും അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള എന്തെങ്കിലും ഡിവൈസുകൾ കൊണ്ട് പരിശോധിച്ചെടുക്കാവുന്നതും ഒന്നും അല്ല യഥാർത്ഥത്തിൽ മലക്കുകൾ എന്ന് പറയുന്നത്. അത് വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കാണേണ്ടതാണ്. അതുകൊണ്ട് അനുസരണത്തിന്റെ വലിയ പാടാണ്. മറ്റൊന്ന് സന്നദ്ധതയുടെ പാടാണ്. സ്വഹാബി പറയാ അന വാഖിഫുൻ ഫി സഫി ബദർ, ബദറിന്റെ സൊഫിൽ ഇങ്ങനെ നിൽക്കുക ഞാൻ. അപ്പൊ 2 കുട്ടികള്, 2 ചെറിയ കുഞ്ഞുങ്ങള്, അവരിങ്ങനെ വർത്താനം പറയാ. എവിടെ അബൂജഹല്? ആരോ തെറി പറഞ്ഞല്ലോ പിന്നെ അതാരാ അബൂജഹല്, എവിടെ അവന്? അപ്പോ എന്നെങ്ങനെ തോണ്ടി വിളിച്ചു. ഞാനിങ്ങനെ കുനിഞ്ഞു നോക്കുമ്പോ 2 ചെറിയ പയ്യന്മാര്. അവര് അബൂജഹൽ എവിടെയെന്ന് വെച്ചപ്പോ ഞാൻ കൗതുകത്തോടെ ചോദിച്ചു, എന്തേ? അവര് വൈകാരികമായി പറഞ്ഞു, സബ്ബ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിനെ അവൻ ചീത്ത വിളിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ചിരിച്ചു.
അപ്പൊ മറ്റേവനും ചോദിച്ചു, എവിടെ നബി, എവിടെ അബൂജഹല്? അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ ദൂരണ്ട്. അപ്പൊ അദ്ദേഹം പറയാ, ഫദാലിക സ്വാഹിബുമുല്ലദീ ഫത്തശ്തും, നിങ്ങൾ അന്വേഷിച്ച നിങ്ങളെ ആളാണത്. ഒക്കെ കഴിഞ്ഞപ്പോ ഈ രണ്ട് ചെറിയ പയ്യന്മാര് പോയിട്ട് അബൂജഹലിനെ നിരത്തിയിട്ട് വന്നു. വാള് കാണിച്ചെടുത്തു. ഞാനാണ് നബി, ഞാനാണെന്ന് പറഞ്ഞു. റസൂലുള്ളാഹ് രണ്ടാളി വാള് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടാളുമാണ്. രണ്ട് ചെറിയ കുട്ടികൾ. സന്നദ്ധതയാണ് അവിടെ, അല്ലേ? ഇതെന്തിനുള്ള തെളിവാ? ഇതെന്തിനുള്ള തെളിവാ? നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ RSSകാരന്റെ വയറ്റത്ത് കത്തി കയറ്റാനുള്ള തെളിവല്ല. വളരെ ഓപ്പണായി പറയാം, അബദ്ധം പറ്റരുത് വിശ്വാസികളെ, അബദ്ധം പറ്റരുത്. ഇസ്ലാമിൽ ജിഹാദിന് ചില ഷർത്തുകളുണ്ട്. നിസ്കാരത്തിന് ഷർത്തുണ്ട്, നമുക്ക് പറ്റും. സക്കാത്തിന് ഷർത്തുണ്ട്, അത് നമുക്ക് പറ്റും. ഹജ്ജിന് ഷർത്തുണ്ട്, അത് പറ്റും. എങ്കിൽ ഇസ്ലാമിൽ ജിഹാദിനും ഷർത്തുണ്ട്. സായുധമായി കൈകാര്യം ചെയ്യുന്നതിന് ഷർത്തുണ്ട്. എന്തേ അള്ളാഹുവിന്റെ റസൂൽ 13 വർഷം മക്കത്ത് തൊടാതിരുന്നത്, സ്വബറാക്കിയത്? അതിന് കാരണമുണ്ട്, അല്ലെ? അതിന് കാരണമുണ്ട്. കൊടുത്തതിലേറെ വലിയത് കിട്ടണോടത്ത് പറ്റൂല. അത് ലോകത്തെവിടെയാണെങ്കിലും പറ്റൂല. കൊടുത്തതിലേറെ വലുത് കിട്ടണോടത്ത് പറ്റൂല. അത് ഇസ്ലാം വളരെ കണിശമായി കൈകാര്യം ചെയ്തതാണ്, വളരെ കണിശമായി കൈകാര്യം ചെയ്തതാണ്. കൊടുത്തതിലേറെ കിട്ടണോടത്ത് ഒരിടത്തും പ്രവാചകൻ യുദ്ധം ചെയ്തിട്ടില്ല. എടുത്തു പരിശോധിച്ചോളൂ. ഇല്ല, ഒരിടത്തും പ്രവാചകൻ യുദ്ധം ചെയ്തിട്ടില്ല. എത്രത്തോളം ശത്രുവിനെ പ്രകോപിപ്പിക്കല്ല വേണ്ടേ. ശത്രുവിനെ പ്രകോപിപ്പിക്കണ വാക്കുകൾ പറഞ്ഞപ്പോ പ്രവാചകൻ പറഞ്ഞു, മാറിക്ക്, അടങ്ങി നിർത്തി. ശത്രുവിന്റെ മണ്ണിലേക്ക് അധികാരമുറപ്പിച്ച് കയറാണ് റസൂലുള്ളാഹ്. അപ്പൊ സഅദ് ഇബ്നു ഉബാദ പറഞ്ഞു, അലിയൗമ യൗമുൽ മൽഹമ, അബൂ സുഫിയാന്റെ മുഖത്ത് ചൂണ്ടിയിട്ട് പറഞ്ഞു, എടാ ഇന്ന് അറച്ചുകൊണ്ട് ഞങ്ങൾ കളിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് തക്ബീർ ധ്വനികൾ മുഴങ്ങുന്ന ആൾക്കൂട്ടത്തിൽ നിന്ന് ഉറക്കെ പറയുന്നുണ്ട്, വിവേകത്തിന്റെ വാക്ക് കദബ സഅദ്. സഅദ് പറഞ്ഞത് കള്ളാണ്, അങ്ങനെ സംഭവിക്കൂല. ഇന്ന് യൗമുൽ മർഹമയാണ്. അതുകൊണ്ട് മുദ്രാവാക്യം ചിട്ടപ്പെടുത്തുന്നിടത്തും ഡയലോഗുകൾ സെറ്റ് ചെയ്യുന്നിടത്തും ഒക്കെ നമുക്ക് സൂക്ഷ്മത വേണം, ശരിയായ സൂക്ഷ്മത വേണം. അത് കീഴടങ്ങി കൊടുക്കലല്ല, അത് പഞ്ചപുച്ഛമടക്കലല്ല, അത് കുനിഞ്ഞു കൊടുക്കലല്ല. അത് വിവേകത്തിന്റെ ബുദ്ധിയുടെ വഴിയാണ്, ബുദ്ധിയുടെ കാഴ്ചപ്പാടാണ്, റസൂലുള്ളാഹ് പഠിപ്പിച്ച വഴിയാണ്. വിശദാംശങ്ങൾ നമുക്ക് പിന്നെ പറയാം. 7ാമത്തെ പാഠം പ്രാർത്ഥനയാണ്. അള്ളാഹു വാഗ്ദാനം ചെയ്ത, വിജയം വാഗ്ദാനം ചെയ്ത യുദ്ധത്തിലേക്ക് നബി പറയണ്ടേ, അബൂജഹൽ ഇവിടെ കിടക്കും, അല്ല അബൂജഹൽ ഇവിടെ കിടക്കും, ഉത്ബത്ത് ഇവിടെ കിടക്കും. മരിച്ചു കിടക്കുന്ന സ്പോട്ട് പ്രവാചകൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും കോൺഫിഡന്റ് ആയിട്ട് പോലും, പക്ഷേ പിന്നെ ആത്മവിശ്വാസം ഉണ്ടായിട്ട് പോലും അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅതനി, എനിക്ക് വാഗ്ദാനം ചെയ്തത് എനിക്ക് നീ നൽകണം. അല്ലാഹുമ്മ ആതി മാ വഅതനി, വാഗ്ദാനം നീ പാലിക്കണം. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസ്വാബത മിൻ അഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമിലെ ഈ കൊച്ചു സംഘം പരാജയപ്പെടുത്തപ്പെട്ടാൽ, റബ്ബേ ഞങ്ങൾ പരാജയപ്പെടുത്തപ്പെട്ടാൽ നിന്റെ ദീനിനെ സമൂഹത്തോട് പറയാൻ ആളുണ്ടാകൂല റബ്ബേ. ഇങ്ങനെ പ്രാർത്ഥിച്ച് 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 കൈ ഇങ്ങനെ ഉയർത്തി 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 ഇങ്ങനെ പ്രവാചകന്റെ തോളിലേക്ക് മുണ്ട് താഴെ വീണു. ദീർഘമായ സുജൂദ് ചെയ്തു. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് മുണ്ടെടുത്ത് തോളിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ടാ എണീക്കണേ. നബിയെ മതി, അള്ളാഹ് സഹായിക്കും. ആയത്ത് വരാണ്, ഇത് തസ്തഗീസുന റബ്ബക്കും ഫസ്തജാബ ലക്കും. അള്ളാഹുവിന്റെ വാഗ്ദാനം പുലരുന്ന ആയത്ത് വരെയാണ്. നിങ്ങൾക്ക് ഇതാ വിജയം വന്നിരിക്കുന്നു എന്ന വചനം. നമ്മൾ എത്ര പ്രാർത്ഥിക്കല്? പ്രാർത്ഥിക്കാൻ അങ്ങനെ പറയും, പൈസ കൊടുത്തിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ പറയും. നമ്മൾ പൊതുവെ പ്രാർത്ഥന ഏൽപ്പിച്ചു കൊടുക്കല, അല്ലെങ്കിൽ ആരെങ്കിലും നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് സ്റ്റോപ്പ് കിട്ടണോടത്തൊക്കെ ആമീൻ പറയും. മനസ്സിലാക്കാൻ പറഞ്ഞത് ഞാൻ. എന്താണ് ആ പ്രാർത്ഥിച്ചതെന്ന് പോലും അറിയില്ല. എന്നിട്ട് പഠിച്ചോ അങ്ങനെ കൊണ്ടെടുക്കണില്ലേ? ഒരു റെഡിമെയ്ഡ് പ്രാർത്ഥനയാണ് കാലങ്ങളായി നമ്മൾ കേൾക്കണേ, അല്ലേ? ഇന്നിപ്പോ എന്റെ ഒരു സുഹൃത്ത് എന്നോട് ചാറ്റ് ചെയ്തു. എന്താ ഇൻസെസ്റ്റ് എന്നൊരു പരിപാടിയുണ്ട്, ലിബറലുകളുടെ ആശയം. ഉമ്മനെയും പെങ്ങളെയും അടക്കം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം. അപ്പൊ എന്താ, മലയാളത്തിലൊരു ഫിലിം വന്നിട്ടുണ്ട് ഇൻസെസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ എന്താണ് കണ്ടന്റ് എന്ന് ചോദിച്ചാൽ, അപ്പൊ സിനിമ കണ്ട ആളുടെ വോയിസ്, സിനിമ കണ്ട ആളുടെ കാര്യങ്ങൾ ടെക്സ്റ്റ് ആക്കിയിട്ട് എനിക്ക് കിട്ടുന്നു. പെങ്ങന്മാരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഫിലിം വന്നിരിക്കുന്നു. നമ്മളെ പ്രാർത്ഥനയിലെ പടച്ചോനെ മക്കളെ കാക്കണേ അല്ലാ എന്ന് പറയുമ്പോ ഇത് റബ്ബിനോട് പറയണ്ടേ? MDMA കേസിൽ മാന്യമായ കുടുംബങ്ങളിലേക്ക് പോലീസ് കയറി ചെന്ന് പിടിച്ചുകൊണ്ടുപോകാണ്. നമ്മളെ പ്രാർത്ഥനയിലുണ്ടോ? നമുക്ക് പ്രാർത്ഥന കൊണ്ട് നമ്മൾ പറയുന്നുണ്ട്, വസിയത്ത് ഒരു കുഴപ്പമില്ല. ഉമ്മു ദർദ ഫളൽ റളിയല്ലാഹു അൻഹയോട് ഹജ്ജിന് പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്, ഒക്കെ ശരിയാ. പക്ഷേ നമുക്ക് പ്രാർത്ഥന വളരെ കുറവാണ്. ആജസുൻ നാസി മൻ അജസ അനി ദുആ, ഏറ്റവും ദുർബലൻ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ദൗർബല്യം സംഭവിക്കുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്.
മാത്രല്ല, പ്രാർത്ഥനയെക്കുറിച്ച് പണ്ഡിതന്മാര് നടത്തുന്ന ഒരു മനോഹരമായ പ്രയോഗമുണ്ട്. എന്താ അറിയോ? ആരാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തി? കുൻ മിസ്ല സ്വബി, ഒരു കുട്ടിയെ പോലെ നീയാകണം. ഇദസ്തഹ അലാ അബവൈഹി ശഹ്വതൻ, വാപ്പാന്റെ അടുത്ത് എന്തെങ്കിലും കിട്ടാൻ ആഗ്രഹിച്ചു, മാതാപിതാക്കൾ അത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവൻ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇതുപോലെ നിനക്ക് കിട്ടുന്നത് വരെ നിന്റെ റബ്ബിന്റെ മുന്നിൽ നീ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഗൗരവപൂർവ്വം കാര്യങ്ങളെ കാണണം. അള്ളാഹുവോട് പ്രാർത്ഥിക്കണമെന്ന വലിയ പാഠം യഥാർത്ഥത്തിൽ ബദർ നൽകുന്നു. വഹിയുള്ള പ്രവാചകനായിട്ടും നബിയായിട്ടും വാഗ്ദാനമുണ്ടായിട്ടൊക്കെ പ്രാർത്ഥിച്ചെങ്കിൽ നിരന്തരം എല്ലാ കാര്യത്തിലും റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, ഉത്ബോധിപ്പിക്കുന്നു. സഹോദരന്മാരെ, ബദർ എന്തിനാ ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരമുണ്ട്. പ്രവാചകൻ അള്ളാഹുവിനെ വിശ്വസിച്ചു, അബൂജഹൽ അള്ളാഹുവിനെ വിശ്വസിച്ചില്ല. ആണോ? അങ്ങനെയാണെങ്കിൽ കഅബാലയത്തിന്റെ കില്ല് പിടിച്ചിട്ട് അബൂജഹൽ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുമ്മാന്നാണ്. ഈ അള്ളാഹു മക്കയിലെ ഏതെങ്കിലും സഭകളുടെ നേതാവായ അല്ലെങ്കിൽ ദൈവിക സഭകളുടെ നേതാവായ അള്ളാഹു ആണെന്നാണ് ഉസ്താദന്മാർ പറയാം. എങ്കിൽ ഖുർആൻ പറയാണ്, വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറയാണ്. എന്താണ്? വലൈൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്ന അല്ലാഹ്. അവരെ ആരാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ അവര് മുശ്രിക്കീങ്ങൾ നിന്നോട് പറയും നബിയെ അള്ളയാണ്. എന്നിട്ട് ഖുർആൻ പറയാ ഖുലിൽ ഹംദുലില്ലാ, അൽഹംദുലില്ലാ പറഞ്ഞോ. അപ്പോ മക്കയിൽ ഏതെങ്കിലും ദൈവിക സഭകളുടെ നേതാവായ ദൈവമായ വിഗ്രഹമായ ഒരാൾക്ക് അള്ളാഹ് പേരിട്ടതാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് അൽഹംദുലില്ലാ പറയിപ്പിക്കോ? എത്ര ആയത്തുണ്ട്? വലൈൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള്. ആകാശഭൂമികളെ പഠിച്ചത് ആരാണെന്ന് അവരോട് ചോദിച്ചാൽ അള്ളയാണ് എന്നവർ പറയും എന്ന് ഖുർആൻ പറഞ്ഞത് കാണാൻ പറ്റും. അബ്ദുള്ള, അള്ളാഹുവിന്റെ അടിമ എന്നൊക്കെ കാണാം. അപ്പൊ ഇവിടുത്തെ പ്രശ്നം അതല്ല. രണ്ടു കൂട്ടരും അള്ളാഹിനെ വിശ്വസിച്ചിട്ടുണ്ട്. അവരുടെ വിശ്വാസങ്ങളിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലെ? അള്ളാഹ്ക്ക് കുട്ടികളുണ്ടെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹു എന്ന അസ്തിത്വത്തെ അവർ അംഗീകരിച്ചിട്ടുണ്ട്. ഇനി വിശ്വസിച്ചു പ്രാർത്ഥിക്കാത്തതാണോ? അള്ളാഹു അല്ലാത്തവർ, അവരോട് പ്രാർത്ഥിച്ചിരുന്ന ആളുകൾ കപ്പല് മുങ്ങാറാകുമ്പോ അള്ളാഹിനോട് തന്നെ പ്രാർത്ഥിച്ചു. മലകളെ പോലത്തെ തിരമാലകൾ മൂടാറായപ്പോ അവർ അള്ളാഹുവോട് തന്നെ പ്രാർത്ഥിച്ചു. പിന്നെ എന്താ പ്രശ്നം? രണ്ട് പ്രശ്നമാണ്. യഖൂലുന ഹൗലാ ശുഫാനു എന്തല്ലാ. ലാത്തിനോട് ഉസ്നോടൊക്കെ പ്രാർത്ഥിക്കുന്നത് അത് നമ്മളെ നാട്ടിലുണ്ടായിരുന്ന വലിയ മഹാന്മാരാണ്. പഴയ വെറും കല്ലിന്റെ രൂപങ്ങളല്ല. അവര് നമുക്ക് ശുപാർശ പറയും. അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് നമ്മൾ നേരിട്ട് ചോദിച്ചാൽ കിട്ടൂല. അപ്പൊ നേരിട്ട് ചോദിച്ചാൽ കിട്ടാത്തത് കൊണ്ട് അടുപ്പിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. സഹോദരന്മാരെ, നമ്മുടെ കുടുംബ വീടുകളിൽ ഈ വിശ്വാസം നിലനിൽക്കണില്ലേ? മമ്പർത്ത തങ്ങളോട് ചോദിക്കുമ്പോ, ബദരീങ്ങളോട് ചോദിക്കുമ്പോ മമ്പർത്ത തങ്ങൾക്ക് സ്വയം കഴിവുണ്ടെന്ന് വിശ്വാസമല്ല, സ്വയം രക്ഷിക്കുന്ന വിശ്വാസമല്ല, അവരൊക്കെ മഹാന്മാരാണെന്നുള്ള വിശ്വാസമാണ്. ഇത് എന്റെ വാക്കല്ല, ഇമാം റാസി റഹിമഹുല്ലാഹി ഈ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. വനളീറുഹു ഫി ഹാദ الزمان اشتغال كثير من الخلق بتعظيم قبور الأكابر على اعتقاد أنهم إذا عظموا قبورهم فإنهم يكونون شفعاء لهم عند الله. അവര് ഇന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഖബറുകളെ ബഹുമാനിച്ചുകൊണ്ട് അടുപ്പം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യം മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസത്തിന് തുല്യമാണെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കണം. അതിനെയാണ് ഖുർആൻ ശിർക്ക് എന്ന് വിളിച്ചത്. അതാണ് പൊറുക്കൂല എന്ന് പറഞ്ഞത്. അത് ചെയ്തവരാണ് നരകത്തിൽ പ്രവേശിക്കുന്നു പറഞ്ഞത്. ഇവിടുത്തെ മക്കയിലെ മുശ്രിക്കിന്റെ, ബദറിൽ പങ്കെടുത്ത മുശ്രിക്കിന്റെ ടെന്റും പ്രവാചകന്റെ ടെന്റും തമ്മിലുള്ള വിശ്വാസം, ഒന്ന് ദൈവവിശ്വാസമുള്ളത് ദൈവവിശ്വാസമില്ലാത്തത് എന്നതല്ല. ഒന്ന് പ്രാർത്ഥിക്കുന്നത്, രണ്ട് പ്രാർത്ഥിക്കാത്തത് എന്നല്ല. രണ്ടു കൂട്ടരും അള്ളാഹുവോടാ പ്രാർത്ഥിക്കുന്നത്. വിശ്വാസത്തിൽ പാകപ്പിഴവുകളൊക്കെ ഉണ്ടെങ്കിലും. അതുകൊണ്ട് നമ്മൾ വളരെ ശക്തമായി ആലോചിക്കണം. റമളാൻ 17 വൈകുന്നേരത്തെ മദീനയിലെ സ്ഥിതി എന്താ? അല്ലെങ്കിൽ ബദറിലെ സ്ഥിതി എന്താ? രക്തസാക്ഷികളായ 14 ആളുകൾക്ക് ഖബറെടുക്കുകയാണ് അവര്. മുറിവേറ്റവരുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന രക്തത്തുള്ളികൾ വെച്ചുകെട്ടാനുള്ള തുണിയും ശീലയും പോലുമില്ല. നോമ്പ് നോറ്റവർക്ക് നോമ്പ് തുറക്കാനുള്ള കാരക്കയില്ല, ഭക്ഷണമില്ല. വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾക്ക് മുന്നിലിരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ അവർ ഓർക്കണം. എന്നാലേ നമ്മളെ നാട്ടിലോ റമളാൻ 17 വൈകുന്നേരം വരുമ്പോ ചൂട് ബിരിയാണി വിളമ്പാണ് സമുദായം, അല്ലെ? ചൂട് ബിരിയാണി വിളമ്പാണ്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനത്തെ ഒരു ഏർപ്പാട് പഠിപ്പിച്ചോ? എന്നിട്ട് ബദരീങ്ങളോട് തേടുകയാണ്, ബദരീങ്ങളെ വിളിക്കുകയാണ്. എന്തിനാ ബദരീങ്ങളെ വിളിക്കുന്നത്? ബദരീങ്ങളെ വിളിക്കുന്നത് വളരെ കൃത്യമായി പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും, പ്ലേഗ് ഉണ്ടാകാതിരിക്കാൻ,
ബദർമാലെടുത്ത് ഇതിന്റെ ഒന്ന് അർത്ഥം അറിഞ്ഞ ഒരു വട്ടം ഓതൂല. ഒരു ഉസ്താദിനെ ഇരുത്ത് അർത്ഥം ചെല്ലിപ്പിക്കുക, അപ്പൊ തീരുമാനവും. പ്ലാഗ് ഉണ്ടാകാതിരിക്കാൻ നോക്കൂ നിങ്ങൾ. അംവാസിൽ പ്ലാഗ് ഉണ്ടായ കാലത്ത് അബൂ ഉബൈദത്തുൽ ജറാഹും മുആദ് ബിൻ ജബലൊക്കെ മരണപ്പെട്ടു. എന്താ കാര്യം? അവരൊക്കെ പ്ലാഗ് ബാധിച്ചാൽ മരിച്ചത് ഒരു ബദരീങ്ങളായിരുന്നു. അവർക്ക് അവരെ തന്നെ കാക്കാൻ പറ്റിയിട്ടില്ല. ദീർഘമായ ചരിത്രമാണ്. പട്ടിണി ഇല്ലാതാകാൻ വേണ്ടിയാണ്. പ്രവാചകന്റെ വീട്ടിലെ പട്ടിണി എന്ന് പറഞ്ഞിട്ട് ഒരു 20 പോയിന്റ് ഞാനിവിടെ ക്രോഡീകരിച്ചിട്ടുണ്ട്. പിന്നെ പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ കാരക്ക പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട ദിവസങ്ങളുണ്ട്. 3 മാസം തുടർച്ചയായി ഫുഡില്ലാത്ത വീടാ പ്രവാചകന്റെ വീട്. നബിയാണ് ബദരീങ്ങളിൽ ഒന്നാമത്തെ ആള്. ബദരീങ്ങൾ പറഞ്ഞ ഒരാളല്ല. ബദരീങ്ങൾ പറഞ്ഞ ഈ 300 ചില്ലാൻ ആളുകൾക്ക് പറയുന്ന പേരാണ്. ബദരീങ്ങളെ മറവ് ചെയ്ത സ്ഥലത്ത് എന്ന അവിടെ വലിയ കുബ്ബിയും വിളക്കും തീയും പിന്നെ നെയ്യൊന്നും കാണൂല. അതുകൊണ്ട് നമ്മള് ഗൗരവപൂർവ്വം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. ആത്മാർത്ഥമായ ആളുകൾ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ഗൗരവപൂർവമായ ചിന്തകളിലൂടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോവുക. സഹോദരന്മാരെ, നമ്മുടെ ഇന്നത്തെ കളക്ഷൻ CH സെന്ററിന് വേണ്ടിയാണ്. അതിലെ ആ 2 അക്ഷരവും ആ പേരും അതിന്റെ പൊളിറ്റിക്സ് ഒക്കെ ഒഴിവാക്കുക. എന്നിട്ട് അവിടെ നടക്കണ ഏറ്റവും വലിയ ദൗത്യങ്ങളുണ്ട്. എന്തിനാണ് നമ്മൾ കൊടുക്കണത്? ആളുകൾക്ക് രാപ്പുറതിക്ക് വേണ്ടിയാണ് കൊടുക്കുന്നത്. വേദന അല്ലാതെ ഒന്ന് ഉറങ്ങണമെങ്കിൽ കുടിക്കേണ്ട ഗുളികന്റെ പൈസ കൊടുക്കണം. മൂത്രം പുറത്തേക്ക് പോകാനുള്ള ട്യൂബിടാനുള്ള പൈസ കൊടുക്കണം. നിവർന്ന് കിടക്കാനുള്ള ബെഡിന്റെ പൈസ കൊടുക്കണം. അല്ലെ, മുറിവിൽ വെക്കാനുള്ള പഞ്ഞിന്റെ പൈസ കൊടുക്കണം. കോട്ടന്റെ പൈസ, വെച്ച് കെട്ടാനുള്ള വെളുത്ത തുണിയുടെ പൈസയാണ് കൊടുക്കണത്. അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കാനുള്ള കർപ്പൂരം വാങ്ങാനുള്ള പൈസ കൊടുക്കണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക്. അപ്പൊ അതൊന്നൊരു മടിയില്ലാതെ നമ്മളാണ് കൊടുക്കുക. ഒരുപാട് പറഞ്ഞാലേ കൊടുക്കുള്ളൂ എന്നുള്ള അവസ്ഥ ഉണ്ടായിക്കൂടാ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ മുഅ്മിനുകളിൽ മുഖ്ലിസുകളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ സഞ്ചരിച്ച് യഥാർത്ഥ മുഅ്മിനുകളായി മുഖ്ലിസീങ്ങളായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റബ്ബിനെ സൂക്ഷിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റമദാനിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും അള്ളാഹു ഖൈറിനെയും ബർക്കത്തിനെയും കൊടുക്കുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ നൊമ്പരങ്ങൾ, വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം വ്യക്തിപരമായ ഒരു സുഹൃത്തിനോട് ഞാൻ സംസാരിക്കേണ്ടായി. ആ സുഹൃത്ത് അടക്കമുള്ള എല്ലാവർക്കും ആത്മഹത്യയെക്കുറിച്ച് ഇങ്ങനെ നിരന്തരം ചിന്തിക്കുന്ന, ഭാര്യയെയും ഉമ്മയെയും ഒക്കെ നോക്കിയിരിക്കേണ്ടുന്ന പരിസ്ഥിതിയിലുള്ള അത്തരം ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാവർക്കും അതിൽ നിന്നൊക്കെ മാനസിക മോചനം കൊടുത്ത് വിശ്വാസത്തിന്റെ കരുത്ത് ആർജിക്കാനുള്ള തൗഫീഖിനെ പടച്ച റബ്ബ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അദില്ല ശിർക വൽ മുശ്രിക്കീൻ, റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു